ഹലോ. അപ്പോൾ എനിക്ക് 1, 2 ഇടത്ത് പോകണമായിരുന്നു. അപ്പോൾ ഇരുന്ന ഇരിപ്പിൽ തന്നെ വേഗം അങ്ങോട്ട് റെഡിയായിട്ട് ഇറങ്ങാമെന്ന് കരുതിയിട്ട് ഒരു 1 അവറിൽ കുളിച്ച് റെഡിയായിട്ട് ഇറങ്ങി കേട്ടോ ഞാൻ. അപ്പോൾ എവിടെയാണ് പോണതെന്ന് വെച്ചാൽ എനിക്ക് ടൗണിലൊക്കെ പോകണമായിരുന്നു 1, 2 സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഒരു 2 കിലോമീറ്ററൊക്കെ പോകണം കേട്ടോ ടൗൺ എത്താൻ വേണ്ടിയിട്ട്. എൻ്റെ അമ്മ ഈ വീട്ടിൽ നിന്ന് ഒരു 1 സെക്കൻഡ് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് തീരെ കഴിയാണ്ടായി. തിരിച്ചകത്ത് തന്നെ കയറി പോകാമെന്ന് ഓർത്തു. പിന്നെ അങ്ങാടിയിലെത്തിയപ്പം ഒരു മനുഷ്യന്മാരില്ല. ഹോട്ടലൊക്കെ ഗ്യാസിൻ്റെ കാരണം ഇവിടെ സമരവും കാര്യങ്ങളൊക്കെ അല്ലേ. ഇപ്പോൾ കടകളടപ്പും കാര്യങ്ങളായിരുന്നു. കുറച്ച് പച്ചക്കറികളും പിന്നെ ചൂടൊക്കെ ആയതുകൊണ്ട് ഒരു ഗ്രേപ്പ് ജ്യൂസൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഓർത്തു ദൈവമേ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ വന്ന കാര്യങ്ങൾ 2, 3 സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് നല്ല വിശപ്പ്. വീട്ടിൻ്റെ തൊട്ടടുത്തൊരു പഴങ്കഞ്ഞി കട ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കഞ്ഞി കുടിച്ചില്ല. ഞാൻ കുറച്ച് കപ്പയും മീൻകറിയുമാണ് കഴിച്ചത്. നേരെ വീട്ടിലേക്ക് പോയി ഒന്ന് കിടക്കണമെന്നുണ്ടായിരുന്നു. വൈകുന്നേരം സമയമായതുകൊണ്ട് ഞാൻ ഓർത്തു എന്നാൽ ചായ കുടിച്ചിട്ട് ഒരു 1 അവർ റെസ്റ്റ് എടുക്കാമെന്ന് ഓർത്തു. ചായ കുടിച്ച് കഴിഞ്ഞപ്പം വാവ് നല്ലൊരു അടിപൊളി മഴ വന്നു. പക്ഷെ ഞാനൊന്ന് സന്തോഷിച്ചിരുന്നപ്പോഴത്തേക്ക് മഴ ഒരു 1 അവറിൽ തന്നെ വേഗം പോയി കേട്ടോ. ക്ലൈമറ്റൊക്കെ നല്ല അടിപൊളി ക്ലൈമറ്റായിരുന്നു. വൈകുന്നേരം കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചൂട് നല്ലപോലെ കുറവുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തു ഓക്കെ നമ്മളൊന്ന് റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്തിറങ്ങാം. പിന്നെ 1, 2 സാധനങ്ങളും കുറച്ച് കറിക്ക് ഐറ്റംസൊക്കെ വാങ്ങണമായിരുന്നു. അതൊക്കെ ഓർത്തിട്ട് ഞാൻ എൻ്റെ അനിയത്തിനോട് പറഞ്ഞു വേഗം ഡ്രസ്സ് മാറ്റിക്കും നമുക്ക് കട വരെ ഒന്ന് പോയിട്ട് വരാം. അടുത്ത മഴയ്ക്ക് മുമ്പേ പോയിട്ട് വരാമല്ലോ എന്ന് ഓർത്ത് കടയിൽ പോയി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പം വൈകുന്നേരങ്ങളിലുള്ള ഈ നടപ്പ് പതിവാണ്. അങ്ങനെ സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നതിന് ശേഷം നല്ല അടിപൊളി ചായ ഒന്നും കൂടി ഇട്ട് കുടിച്ചു. ഒരു 8, 8:30 ആയപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞാൻ കിടക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.